ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി സിനിമാതാരം സിദ്ദിഖിനെ കാണാൻ പോണേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ചക്കാലക്കൽ പള്ളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെരുന്നാളാട്ടോ. അപ്പോൾ സിനിമാതാരം സിദ്ദിഖിനെ നമ്മൾ എങ്ങനെ കാണുന്നു, എവിടെ കാണുന്നു എന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. ആരാ വരാണ്ടെന്ന് പറഞ്ഞേ? ആരാ? മന്ത്രിയോ? ആ എന്നാ സിദ്ദിഖ് വന്നു എന്നാണ് തോന്നണേ, കാരണം അവിടെ ചെണ്ടോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. യെസ് ഗൈസ്, ഈ വഴിക്കോ വണ്ടി താഴ്ന്നു പോവോ? നമ്മുടെ എം പി ആണോ ഡി കുര്യാക്കോസ് സാർ? ആളും കേട്ടോ. ആരാ വരാണ്ടെന്ന് പറഞ്ഞേ? ആരാ? മന്ത്രിയോ? എന്റെ പൂച്ചയൊക്കെ പ്രതിപക്ഷ നേതാവ് ഇ സതീശനാ. സിദ്ദിഖ്. അപ്പൊ നമ്മള് ബ്രസീൽ ന്യൂസിന് വേണ്ടി സിദ്ദിഖിനെ കാണാൻ വന്നാട്ടോ. സിദ്ദിഖ് അവിടെ ഇരുന്ന് കാണിച്ചു തരാം. വളരെ കൃത്യസമയത്ത് അദ്ദേഹം ഇന്നലെ ഒരാഴ്ചയായി ആശുപത്രിയിലായിരുന്നു. ആ ആശുപത്രി കിടക്കയിൽ നിന്നുമാണ് ശ്രീ ടി കുരുള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെയും ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു വില്ല പ്രോജക്റ്റ് ആട്ടോ. അപ്പൊ 2-3 NGOs കൂടിയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഇന്നോഗ്രേഷൻ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോട്ടോ. നമ്മുടെ ബ്ലസ്സിയുടെ ചേട്ടൻ ബേസിലിന്റെ കൂട്ടുകാരനാട്ടോ ഇവിടെ ഐസ്ക്രീം വിതരണം ചെയ്യണേ. ഇവരോട് ഫുള്ള് ഗുണ്ടായി കേട്ടോ. ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്ന പിള്ളേരെ കത്തി കാണിച്ചാട്ടോ പേടിപ്പിക്കണേ. അപ്പം അങ്ങനെ നമ്മൾ മേടിച്ചോട്ടോ ഒരു കോൺ ഐസ്ക്രീം കിട്ടുമോ? ആണോ? കുറച്ച് നേരം ഐസ്ക്രീം കഴിച്ചിട്ട് യൂട്യൂബ് ചാനലിൽ പേരിട്ടിട്ടില്ല. മിതു ഞാൻ ഫോണിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പേരെന്താ? അക്സ. സൂസൻ ചേച്ചീനെ അറിയോ? അങ്ങ് താഴത്ത് വീട്ടിൽ കാണാൻ യൂട്യൂബ് ചാനൽ എടുത്ത് തരും. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് നേരം ഐസ്ക്രീം കഴിക്കാം കേട്ടോ. ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇനോഗ്രേഷൻ തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കും. അളിയനാട്ടോ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് അർപ്പിക്കുന്നതിനായി നമ്മുടെ ഐസ്ക്രീം മേടിക്കാൻ വന്ന കേട്ടോ. ഇതാണോ മുട്ട കേട്ടോ? കൂടാലോ. ആൻറ്റിക്ക് ഇത് തിന്നാൻ പറ്റില്ല കേട്ടോ. ചുമയാ ചുമ. അയ്യോ, ഉടുക്കുന്ന ചൂടാട്ടോ. ഈ സൈഡിൽ പോയി ഇരുന്നിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം മാത്രമല്ല കേട്ടോ, അവിടെ ചായ വടയുണ്ട് കേട്ടോ. ചൂട് കാരണം ഇത് ഉരുക്കണുണ്ട്. എപ്പോൾ എടുത്തുള്ളൂ ഇത്. അടുത്ത് നറുക്കെടുപ്പ് കേട്ടോ. ആ, നമ്മുടെ കയ്യിൽ 3 കൂപ്പിടുണ്ട് കേട്ടോ. ആൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടോ? അപ്പം നമുക്ക് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇത് അവസാനത്തെ കേട്ടോ. അത് അടിച്ചില്ലെങ്കിൽ പിന്നെ ഈ കൂപ്പും വിളകളായിട്ട് വരും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പ്രൈസും പോയി കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ആ പെണ്ണും കൊണ്ടുപോയി. ഇനി എന്തിനത്? എനിക്ക് ജീവിക്കണ്ടേ? ബിരിയാണി കിട്ടിയാലോ?
മിക്സി പോയി ഇരിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ എല്ലാ പരിപാടിയും നമ്മുടെ പ്രിയപ്പെട്ട ഉല്ലാസ് തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ ഇപ്പോൾ ആയിരിക്കും രാവിലെ ഇന്ന് നമ്മളങ്ങനെ ഇത്ര പെട്ടെന്ന് രാത്രി ആയതായിരിക്കും. വേറെ ഒന്നുമല്ല, ആ പരിപാടി അന്നേരം കഴിഞ്ഞ് ഇനി നമ്മുടെ സാംസ്കാരിക പരിപാടിയാണ്. സാംസ്കാരിക പരിപാടിക്ക് നമ്മുടെ കസിൻസ് ഫുള്ളും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഡാൻസും പരിപാടികളൊക്കെ കേട്ടോ ഉള്ളത്. കൊട്ട ഇവന്മാർക്കൊക്കെ മറ്റേ എസെട്രിക് ആട്ടോ, ഇവരാരും മുഖം കാണിക്കത്തില്ല. ഇത് കൊട്ട, പേര് പറയൂ, ഡിനോക്കെ ഷിനോയ്. ഇത് ഞങ്ങള് എബിൻ തന്നെ ആട്ടോ വിളിക്കണേ. ഡോൺ. ഞങ്ങൾ പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും വിളിക്കും. കൂട്ടുകത്തെ എസെട്രിക് ആട്ടോ. മറിയാമ്മ എന്റെ പൊന്നു മേക്കപ്പ് വാരി പൊത്തിയേക്കും കേട്ടോ. ദിവസമൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ അടുത്ത പരിപാടി അത് കഴിയുമ്പോൾ അവിടെ പരിപാടി എടുക്കുമ്പോൾ നമ്മളിവിടെ ഡാൻസ് കളിക്കും. അതാട്ടോ പരിപാടി. കണ്ടോ, അവരുടെ പരിപാടി എടുക്കുമ്പോൾ ഞങ്ങളിവിടെ ഇവിടെ ഡാൻസ് കളിക്കും. അതാട്ടോ പരിപാടി. എന്നാലും വൈകുന്നേരം പുറത്തായിട്ടോ. കാരണം ഇവിടെ നിന്ന് നേരെ പരിപാടി കാണാൻ പറ്റും കേട്ടോ. ആൻറ്റിയും അമ്മയൊക്കെ അവിടെയായിട്ട് ഇരിക്കുന്നത്. നൈറ്റ് ആയതുകൊണ്ട് ബ്രൈറ്റ്നസ് കുറവാട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. അവിടെ പരിപാടിയാണ്, ഇവിടെ ഇരിക്കും. ഞങ്ങൾ അകത്താണ് എൻജോയ് ചെയ്യണേ. മാറ്റം പറയൂ. പരിപാടി കാണാൻ വന്നിട്ട് ഉമ്മാരിന്ന് തീറ് ചോറുണ്ണലാട്ടോ. അവിടെ ഗാനമേള, ഇവിടെ ചോറ് ഉണ്ണലും. ശരിക്കും ഗാനമേളയാണോ ചോറ് ഉണ്ണലാണോ വരുന്ന പരിപാടി? പോളിങ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ പോയല്ലോ. ഉമ്മാര് 7 മണിക്ക് തുടങ്ങിയ പോളിങ് കേട്ടോ. സമയം ഇപ്പൊ എത്രയാടാ? സമയം കാണിച്ച് സ്ക്രീനിൽ കാണിച്ച്. സമയം 9 മണി കേട്ടോ. ഫോട്ടോ എടുക്കാം. BJP പിന്നെ പേര് ഓക്കെ. അപ്പൊ നമ്മുടെ BJP വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പരിപാടിയൊക്കെ തീരാറായപ്പോഴാണ് BJP വന്നത്. അങ്ങനെ ബ്ലസി ജോസ് ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാം പോവാണ്. ബൈ ബൈ. ഓക്കെ. ഇനി ഒഴിക്കലാണ് പോകണം. ആ ഒഴിക്കാൻ പോകട്ടെ. ഇവിടെ വെട്ടമുള്ളതാണ്, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോകണം. നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകണം. പരിപാടിയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം. ബൈ.